സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദയം എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു തുടരുന്നു. അവതരണം സിന്ധു അശോക്. അല്ലെങ്കിലും അമ്മു നല്ല കുട്ടിയാണ്. അവൾ മൂലം ഇന്നു വരെ തനിക്കൊരു മനശല്യം ഉണ്ടായിട്ടില്ല. അവൾ എന്തെടുക്കുന്നു എന്ന് അറിയാൻ വന്നതാണ് ഞാൻ. പറഞ്ഞേക്ക്, ഗിരിധർ ഉമ്മിണിയമ്മയെ അറിയിച്ചു. അവളെ തനിച്ചാക്കി ഉമ്മിണിയമ്മ എങ്ങും പോകരുത്. ഗിരിധർ വണ്ടി തിരിച്ചു. ശ്രീലക്ഷ്മി ഫൈനാൻസിയേഴ്സിന് നഗരത്തിൽ 2 ഓഫീസുകളുണ്ട്, സൗത്തിലും നോർത്തിലും. സൗത്തിലെ ഓഫീസിലാണ് ഗിരി ഉണ്ടാവുക, നോർത്തിൽ ചോട്ടുവും. അന്ന് ഗിരി പോയത് നോർത്തിലെ ഓഫീസിലേക്കാണ്. ശ്യാംസുന്ദറുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ ഗിരി വിശദമായി ചോട്ടുവിനെ ധരിപ്പിച്ചു. ചോട്ടുവിൻ്റെ രക്തം തിളച്ചു. അന്ന് അമ്മുവിൻ്റെ പിറന്നാൾ കഴിഞ്ഞ് പിരിഞ്ഞതിന് ശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല, ചോട്ടു പറഞ്ഞു. വീട്ടിലും വന്നിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. വീട്ടിൽ വന്നാൽ വാതിൽ തുറക്കണ്ട എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. ഇഡിയറ്റ്! അവൻ ഇത്ര പെട്ടെന്ന് ഇത്രയൊക്കെ ഒപ്പിക്കുമെന്ന് ആരറിഞ്ഞു? സത്യത്തിൽ ഞാൻ കാരണമാണ് ഗിരിക്ക് പൊല്ലാപ്പൊക്കെ ഉണ്ടായത്. ഞാനതിന് മാപ്പ് പറയുന്നു. ചോട്ടു വിഷമിക്കണ്ട. ഗിരി ചോട്ടുവിൻ്റെ ചുമലിൽ തട്ടി. അവനെ ഞാൻ എടുത്തോളാം. സത്യത്തിൽ അവനെ തേടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ. നോ ഗിരി, ചോട്ടു തർക്കിച്ചു. ശ്യാംസുന്ദർ എന്ന പ്രശ്നം എനിക്ക് വിട്. ഞാൻ കൊണ്ടുവന്നതല്ലേ, ഞാൻ തന്നെ ഒഴിവാക്കിയേക്കാം. നീ ഇനി അതേക്കുറിച്ച് വറി ചെയ്യുകയേ വേണ്ട. അവിടെ ആ ചർച്ച അവസാനിപ്പിച്ചിട്ട് അവർ മറ്റു ചില വിഷയങ്ങളിലേക്ക് കടന്നു. ഗിരിധറിന് ഒരു കാർ വേണം. പഴയൊരു ഫിയറ്റ് ഉണ്ടായിരുന്നത് കച്ചവടമാക്കി. ഇപ്പോൾ ബൈക്കിലാണ് യാത്ര. പുതിയ മോഡൽ അംബാസിഡറാണ് നോട്ടം. ഉടനെ തന്നെ ഒരെണ്ണം സംഘടിപ്പിക്കണം, അമ്മുവിൻ്റെ കല്യാണത്തിന് മുമ്പേ. അമ്മുവിന് ആലോചനകൾ വല്ലതും അറിയാതെ ഒന്നും അറിയാത്ത മട്ടു തിരക്കി. ഗിരി പതുക്കെ മൂളി. എന്തൊക്കെയാ ഡിമാൻഡുകളോ? അതെ, അമ്മുവിൻ്റെ പകരനാകണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകൾ വേണ്ടി വരും? എന്താ, നിന്റെ കസ്റ്റഡിയിൽ വല്ലവരും ഉണ്ടോ? ഒരു കക്ഷിയുണ്ട്. അത്ര മെച്ചം എന്ന് പറയാൻ പറ്റില്ല. ചോട്ടു അറിയാതെ ചുണ്ടിൽ ചിരി വരുന്നു. നീ കൊണ്ടുവരുന്നവർ ആരായാലും എനിക്ക് സമ്മതം. അമ്മുവിനോ? അവൾ എൻ്റെ കൊച്ചല്ലേ, ഞാൻ പറയുന്നിടത്ത് നിൽക്കും. ഗിരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ക്യാബിൻ്റെ ഹാഫ് ഡോർ തുറന്ന് പ്യൂൺ എത്തിയത്. സർ, ശ്യാംസുന്ദർ എന്നയാൾ കാണാൻ വന്നിരിക്കുന്നു. ഗിരിയും ചോട്ടുവും പരസ്പരം നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് ചോട്ടു പറഞ്ഞു വിട്. പിന്നെ ഗിരിയെ പിടിച്ചു വലിച്ച് സൈഡ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. നീ ഇവിടെ അനങ്ങാതിരുന്നു, അവനെ ഞാൻ ഡീൽ ചെയ്യാം. സൈഡ് റൂമിൻ്റെ ഡോർ കർട്ടൻ വലിച്ചിട്ടിട്ട് ചോട്ടു ഹാഫ് ഡോറിൻ്റെ പിന്നിലെത്തി. ഷൂ അണിഞ്ഞ പാദങ്ങൾ അടുത്തു വരുന്ന ശബ്ദം. ചോട്ടു കരുതി നിന്നു. ഹാഫ് ഡോർ തുറക്കപ്പെട്ടു. ശ്യാംസുന്ദർ. ചോട്ടുവിനെ കണ്ടതും ആഹ്ലാദത്തിൽ അവൻ കൈ നീട്ടി. കൈതാടാ. ഒരു നിമിഷം ചോട്ടു കൈ നിവർത്ത് ശ്യാംസുന്ദറിൻ്റെ കവളിൽ പടക്കം പൊട്ടുന്ന ശബ്ദത്തിൽ ഒറ്റയടി. ചോട്ടു! അടിയേറ്റ കവിളിൽ കൈത്തലം ചേർത്ത് പിടിച്ച് ശ്യാംസുന്ദർ വിളിച്ചു. അവന് വല്ലാത്ത അമ്പരപ്പ്. ഓർക്കാപ്പുറത്തുള്ള ആക്രമണമാണ്. ചോട്ടു എന്തിനത് ചെയ്തുവെന്ന് ഇനിയും ശ്യാംസുന്ദറിന് മനസ്സിലായിട്ടില്ല. അളിയ, എന്താ ഇത്? അവൻ ചോട്ടുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അളിയനോ? ചോട്ടു വെറുപ്പിൽ മുഖം തിരിച്ചു. എനിക്ക് പെങ്ങന്മാരില്ലെന്ന് അറിഞ്ഞുകൂടെ? നിനക്കും അത്തരം ഒരു ബന്ധം ഉണ്ടാവാൻ വഴിയില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആവുമായിരുന്നില്ലല്ലോ. എങ്ങനെ ആവുമായിരുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തോടൊപ്പം ശ്യാംസുന്ദർ ചോട്ടുവിൻ്റെ കുഷൻ ചെയറിനെതിരെയുള്ള സോഫയിൽ ഇരുന്നു കഴിഞ്ഞു. എഴുന്നേൽക്കട അവിടെ നിന്ന്, ചോട്ടു ഗർജിച്ചു. ഒരു ഞെട്ടലുണ്ടായെങ്കിലും ശ്യാംസുന്ദർ ഒട്ടും കൂസാതെ സോഫയിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് ചോട്ടുവിനെ നോക്കി. പറയ്, എന്താ പ്രശ്നം? നീ എന്നെ ഒന്നടിച്ചതിൽ എനിക്ക് പിണക്കമൊന്നുമില്ല. കൊണ്ടും കൊടുത്തും ശീലിച്ചവനാ ഞാൻ. നീ എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതി. വല്ല തെറ്റിദ്ധാരണയും ഉണ്ടായി എന്നെ അടിച്ചതാണെങ്കിൽ? ഒരു തെറ്റിദ്ധാരണയുമില്ല. തെറ്റിദ്ധാരണകൾ നീങ്ങിയിരിക്കുന്നു, അതാണ് കാരണം. നോ, എനിക്കെതിരെ ആരോ പ്രവർത്തിച്ചിരിക്കുന്നു, തീർച്ച. അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ല. നമ്മൾ ഏറ്റവും നല്ല ചങ്ങാതിമാരാണ്. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ... സ്റ്റോപ്പ്! ചോട്ടു അലറി. ചങ്ങാതിമാർ പോലും? അതും പറഞ്ഞ് കയറി ചെന്ന് നീ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? മനസ്സിലായില്ല? അപ്പോഴും ഇരുന്ന ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റില്ല ശ്യാംസുന്ദർ. മനസ്സിലാക്കി തരാം. ചോട്ടു പല്ല് ഞെരിച്ചു. നീ ഗിരിധറിൻ്റെ വീട്ടിൽ പോയില്ലേ? അവൻ അവിടെ ഇല്ലാതിരുന്ന നേരത്ത്? ഉവ്വ്, അതിനെന്ത്? ഞാൻ ഗിരിധറെ കാണാൻ പോയതാണ്. കഷ്ടകാലത്തിന് അവൻ അവിടെ ഇല്ലായിരുന്നു. അവൻ്റെ അനിയത്തി അമ്മു എന്നോട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. സ്മാർട്ട് ഗേൾ. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. ദാറ്റ്സ് ഓൾ. അതിനെന്താ? വളരെ നിസ്സാര മട്ടിലാണ് ശ്യാംസുന്ദറിൻ്റെ സംസാരം. ഗിരിധർ സൈഡ് റൂമിനുള്ളിൽ ഇരുന്ന കൈകൾ കൂട്ടിത്തിരുമ്മി. അമ്മ നിന്നോട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഇല്ലേ? ചോട്ടുവിൻ്റെ പുരുകം ചുളിഞ്ഞു. എന്താ സംശയം? നല്ല ആണുങ്ങളെ കണ്ടാൽ അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളും. എന്നോട് പാടാൻ പറഞ്ഞ് നിർബന്ധിച്ചു. ഞാൻ 2 വരി പാടിയപ്പോൾ അത്
അവൾ അത് കാസറ്റിൽ പകർത്തിയെടുത്തു. എൻ്റെ വിയർപ്പ് പറ്റിയ തുവാല കണ്ട് അവൾക്ക് ഭ്രമം. ചോദിച്ചു. ഞാൻ കൊടുത്തു. സുഖമായി വലിച്ചെടുക്കാമെന്ന് എനിക്ക് തീർച്ചയായി. പക്ഷേ നിനക്ക് അവളുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്ന് അറിയാമായിരുന്നതിനാൽ ഞാൻ അവളെ എൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. അകത്തിരുന്നിരുന്ന ഗിരിധറിൻ്റെ രക്തം തിളച്ചു. അവൻ എഴുന്നേറ്റ് മുറിയിലൂടെ അങ്ങിങ്ങും നടക്കാൻ തുടങ്ങി. ശ്യാംസുന്ദറിനെക്കുറിച്ച് ഗിരിധർ നൽകിയ റിപ്പോർട്ട് 100% സത്യമാണെന്ന് ചോട്ടുവിന് മനസ്സിലായി. പെൺകുട്ടികളെ വളച്ചെടുക്കാൻ ഇവൻ ഒരു അതിവിദഗ്ധൻ തന്നെ. എന്നാലും അമ്മു അവൻ്റെ വലയിൽ വീണുവോ? നല്ല തൻ്റേടമുള്ള പെണ്ണാണ് അവൾ. ഈ പെൺപിടിയനെ വീടിനുള്ളിൽ കയറ്റിയെത്തി സൽക്കരിച്ചുവോ? അവനെക്കൊണ്ട് പാട്ട് പാടിച്ച് റെക്കോർഡ് ചെയ്തുവോ? എങ്കിൽ ഏതായാലും ഇവൻ പറയുന്നത് സത്യമോ എന്ന് ആദ്യം അറിയട്ടെ. നീ എന്തിനാണ് ഗിരിധരെ കാണാൻ ചെന്നത്? ഞങ്ങൾ നല്ല ചങ്ങാതിമാർ. നിർത്തടാ ചങ്ങാതിമാർ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെക്കുറിച്ചും നീ അങ്ങനെ പറയുമെന്നറിയാം. നിന്നെ ഏറ്റവും വെറുക്കുന്നവനാണ് ഗിരിധർ. നിന്റെ കറുത്ത കഥകളെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നതും അവനാണ്. എന്നോട് അസൂയുള്ളവൻ എന്നെപ്പറ്റി പലതും പറഞ്ഞെന്ന് വരും. അവൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന പെണ്ണില്ലേ, എന്താ അവളുടെ പേര്? നന്ദിതയോ? അതെ, നന്ദിത. അവളിപ്പോൾ എൻ്റെ ലിസ്റ്റിലാണ്. ഗിരിധരൻ്റെ ക്ഷമ നശിച്ചു. ഇറങ്ങിച്ചെന്ന് അവൻ്റെ കഴുത്ത് ഞെരിക്കാനുള്ള രോഷം. പക്ഷേ ഇത് ചോട്ടുവിൻ്റെ ഓഫീസാണ്. ഒരു സീനുണ്ടാക്കിയാൽ ചോട്ടുവിന് മാത്രമല്ല തനിക്ക് നാണക്കേടാണ്. ശ്യാംസുന്ദറിനെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് അവൻ. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ തങ്ങളുടെ ശമ്പളക്കാരും കൂടിയാവും അത് കേൾക്കുക. ഗിരിധർ പല്ല് കടിച്ചു നിയന്ത്രിച്ചു. ശ്യാംസുന്ദർ, ചോട്ടു വിളിച്ചു. ഇതെൻ്റെ സ്വന്തം സ്ഥാപനമായതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. മാത്രമല്ല നിന്റെ വലയിൽ വീണ തെറ്റും എൻ്റേതാണ്. അതുകൊണ്ട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂ. നീ ഇറങ്ങി അന്തസ്സായി വെളിയിൽ പോവുക. മേലാൽ ഇവിടെ വരാതിരിക്കുക. ഇവിടെ മാത്രമല്ല, ഗിരിധറിൻ്റെ വീട്ടിലും പോകാൻ പാടില്ല. പിന്നെ നന്ദിതയെയും പാട്ടിന് വിടുക. നിന്റെ ലിസ്റ്റിൽപ്പെടുന്ന പെൺകുട്ടിയല്ല അവൾ. ശ്യാംസുന്ദർ എഴുന്നേറ്റു. ഇവിടെ വരരുതെന്ന് പറയാൻ നിനക്ക് അധികാരമുണ്ട്. പക്ഷേ ഗിരിധറിൻ്റെയും നന്ദിതയുടെയും വീട്ടിൽ പോകരുതെന്ന് വിലക്കാൻ നീ ആര്? ഞാൻ ആരെന്ന് നിനക്ക് ക്രമേണ മനസ്സിലാവും. ചോട്ടു, നിന്റെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മുവല്ലേ നിന്റെ പ്രശ്നം. എന്നാൽ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അവൾ. അമ്മുവിനെ മാത്രം എന്തിനു പറയണം? ലോകത്തിൽ ഒരു പെണ്ണുമില്ല നിന്നെപ്പോലെ ഉള്ള സ്വപ്നജീവികൾ സങ്കല്പിക്കും വിധം നല്ലവരായി. ശ്യാംസുന്ദർ, നീ ഇനി ഒരക്ഷരം സംസാരിക്കരുത്. ഇല്ല, സംസാരം നിർത്തുകയാണ്. ഞാനിനി ഇവിടേക്ക് വരികയുമില്ല. പക്ഷേ ഒരു നിസാര കാര്യം. എനിക്ക് കുറച്ച് രൂപ വേണം. ഓൺലി 2000. നീ വലിയ ഫിനാൻഷ്യർ അല്ലേ? ഒരു ചില്ലി നിനക്ക് കിട്ടില്ല. ഒരു മാന്യ സുഹൃത്തായി എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നീ ഇതിനകം പലപ്പോഴായി 10,000 രൂപയോളം എന്നിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. അത് ധർമ്മം കൊടുത്തതായി ഞാൻ എഴുതി തള്ളിയേക്കാം. പക്ഷേ മേലാൽ ഈ നഗരത്തിൽ പോലും നിന്നെ കണ്ടുപോകരുത്. ഭീഷണിയാണോ? അങ്ങനെ തന്നെ കരുതാം. ശ്യാംസുന്ദർ നിലത്ത് വിരിച്ചിരുന്ന വില കൂടിയ കാർപ്പറ്റിലേക്ക് കാർക്കിച്ചു തുപ്പി. എടാ ചോട്ടു, നീ വെറുമൊരു ചോട്ടാ പയ്യനാണ്. പാരമ്പര്യമായി നിനക്ക് കുറേ പണം കിട്ടിയിട്ടുണ്ടാവും. ഒന്നാന്തരം ഒരു ബിസിനസ് സ്വന്തമായി. പക്ഷേ നിനക്ക് ഈ ലോകത്തെക്കുറിച്ചോ പെണ്ണുങ്ങളെക്കുറിച്ചോ ഒരു ചുക്കും അറിയില്ല. വേണമെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ശ്യാംസുന്ദറിൻ്റെ ഭാവം മാറിയിരുന്നു. അവൻ ചോട്ടുവിനെ നോക്കി വിരൽ ഞൊടിച്ചു. നീ നോക്കിക്കോ, ഏറിയാൽ ഒരാഴ്ച അതിനകം നിന്റെ അമ്മു എൻ്റെ കിടക്കയിൽ ഉറങ്ങിയിരിക്കും. ബ്ലഡി റാസ്കൽ, ഗർജിച്ചുകൊണ്ട് ചോട്ടു ശ്യാംസുന്ദറിൻ്റെ മേലേക്ക് ചാടി തുരുതുരെ ആ മുഖത്തടിച്ചു. പിന്നെ ആ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളി. ഓഫീസിലെ ജീവനക്കാർ ഓടിയെത്തി. സൈഡ് റൂമിൽ നിന്നും ഗിരിധറും പുറത്തു വന്നു. നിലത്ത് വീണ ശ്യാംസുന്ദർ പിടഞ്ഞെഴുന്നേറ്റതും ചോട്ടു വീണ്ടും അവൻ്റെ നേർക്കൂടി. അവൻ്റെ വയറ്റിൽ ഞാഞ്ഞു തൊഴിച്ചു. ഓഫീസിലെ ജീവനക്കാർ ശ്യാംസുന്ദറെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. അവരുടെ കൈകളിൽ കിടന്ന് കുതറിക്കൊണ്ട് ശ്യാംസുന്ദർ പിന്നിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. എടാ ചോട്ടു, നായിൻ്റെ മോനെ, നീ ചെവിയിൽ നുള്ളിക്കോ, നിന്റെ അമ്മു. ആ വാചകം പൂർത്തിയാകും മുമ്പേ ആരോ അവൻ്റെ വായ് പൊത്തി. എടാ തെരുവ് നായെ, ചോട്ടു നിന്ന് കിതച്ചു. ഇനിയും നിന്നെ ഈ നഗരത്തിൽ കണ്ടാൽ നീ ശവം. ദാറ്റ്സ് ഡെഫിനിറ്റ്. ശ്യാംസുന്ദറിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവനെ ചോട്ടുവിൻ്റെ ജോലിക്കാർ ഓഫീസ് ഗേറ്റിന് വെളിയിൽ തള്ളി. ചോട്ടു തിരികെ ക്യാബിനിലെത്തി. ഗിരിധർ സോഫയിൽ മുഖം കുനിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഗിരി, എന്നോട് ക്ഷമിക്കണം. എല്ലാത്തിനും കാരണം ആളുകളെ തിരിച്ചറിയാനുള്ള എൻ്റെ കഴിവില്ലായ്മയാണ്. സാരമില്ല, ഇതോടെ അവൻ ഒഴിവായാൽ മതിയായിരുന്നു. ഗിരി നെടുവീർപ്പിട്ടു. ഗിരി വിഷമിക്കേണ്ട, ഇനി അവൻ വരില്ല. അവനെക്കൊണ്ട് ഇനി ഒരു ശല്യവും ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. അതല്ല, അവൻ രണ്ടും കൽപ്പിച്ചാണെങ്കിൽ തീർച്ച അവൻ്റെ ഡെഡ് ബോഡി ഞാൻ പാക്ക് ചെയ്യും. ഗിരി മറുപടി പറഞ്ഞില്ല. അവൻ ചിന്താധീനനായി കുനിഞ്ഞ ശിരസോടെ അല്പനേരം കൂടി അതേ ഇരിപ്പിരുന്നു. പിന്നെ എഴുന്നേറ്റു. ഓർക്കാതിരിക്കെ വലിഞ്ഞു കയറി വന്ന ഗ്രഹപ്പിഴയാണവൻ.
ഇപ്പോഴും എനിക്ക് അത്ഭുതം, നമ്മുടെ ആരുമല്ലാതിരുന്നിട്ടും അവനെങ്ങനെ നമ്മുടെ തലയിൽ വന്ന് വീണു. അതങ്ങനെയാണ്, ചോട്ടു പറഞ്ഞു. ചില ആളുകളുമായി നമുക്ക് ഒരു ബന്ധവും വേണ്ട, അവർ നമുക്ക് വലിയ തലവേദനയായി തീരും. സമൂഹ ശരീരത്തിലെ ഓരോ അർബുദങ്ങൾ, അല്ലാതെന്താ. ശരി, ഏതായാലും അവനെ സൂക്ഷിക്കണം. ഗിരിധർ പുറത്തേക്ക് നടന്നു. അവൻ നേരെ പോയത് വീട്ടിലേക്കാണ്. അമ്മു! ഇരുപ്പുമുറിയിലെത്തിയതും ഗിരിധർ വിളിച്ചു. അമ്മുവിന് പരിഭ്രമം. ഏട്ടൻ എന്തെങ്കിലും നീരസമോ ദേഷ്യമോ ഉണ്ടാകുമ്പോഴാണ് അമ്മു എന്ന് വിളിക്കുക, അല്ലാത്തപ്പോഴെല്ലാം അമ്മുക്കുട്ടിയമ്മയാണ്. അമ്മു ഏട്ടൻ്റെ മുന്നിലെത്തി. ആ ശ്യാം സുന്ദർ പിന്നീട് ഇവിടെ വന്നിരുന്നോ? ഇല്ല. അമ്മുവിൻ്റെ ശരീരം മെല്ലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് അവൻ ഇവിടെ വന്നപ്പോൾ നീ പാടാൻ ആവശ്യപ്പെട്ടോ? അമ്മു നിശബ്ദം. ചോദിച്ചത് കേട്ടില്ലേടി? നീ അവൻ്റെ പാട്ട് കാസറ്റിൽ പകർത്തിയോ? ഉവ്. അവളുടെ ശബ്ദവും വിറച്ചു. എന്തിന്? ഗിരിധർ പൊട്ടിത്തെറിച്ചു. അത് അമ്മു വിക്കി. അയാൾ ഏട്ടൻ പറഞ്ഞ തരത്തിലാണെന്നൊന്നും എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. മാന്യമായ പെരുമാറ്റം, അതുകൊണ്ടാ. അവൻ്റെ വിയർപ്പ് പുരണ്ട തുവാല നീ ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞതോ? അയ്യോ! അമ്മു വായ് പൊത്തി നിലവിളിച്ചു. ആരാ ഇത് പറഞ്ഞത്? അവൻ തന്നെ. ചോട്ടു എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഏട്ടാ, അമ്മു വിമ്മി കരഞ്ഞു. അയാളതിവിടെ മറന്നു വെച്ചിട്ട് പോയതാണ്. ഒരുപക്ഷെ മനഃപൂർവ്വം ചെയ്തതാവും. എന്നിട്ടാ കുരങ്ങൻ. ഏട്ടൻ എന്നെ വിശ്വസിക്കണേ. ഗിരിധറിൻ്റെ ചുണ്ടിൽ ചിരിയൂറി. നീ പേടിക്കണ്ട. കണ്ട അലവലാദികൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ നിന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് ഇത്തരക്കാരെ മനസ്സിലാക്കാൻ കഴിയണം. സ്ത്രീയെ അടിമയാക്കാൻ വേണ്ടിയിട്ടല്ല ഓരോ രക്ഷകർത്താക്കൾ പെൺകുട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത്തരം ചെന്നായ്ക്കളുടെ വായിൽ ചെന്ന് വീഴാതിരിക്കാനാണ്. ഞാൻ അവനെ കാണട്ടെ. ചെപ്പ നോക്കി വീകും, അമ്മു പറഞ്ഞു. എന്നിട്ടേ വിവരം പറയൂ. ഒന്നും വേണ്ട, നീ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ ഒരു കാര്യം, ചോട്ടുവിനെ വിളിച്ച് ഉണ്ടായ സംഭവം സത്യസന്ധമായി അറിയിച്ചേക്കണം. ചോട്ടുവേട്ടന് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ലേ? നീ പറയാതെ തന്നെ അവൻ നിന്നെ മനസ്സിലാക്കുന്നുവെങ്കിൽ നല്ലത്. അതല്ല, അവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെങ്കിൽ അത് തിരുത്തിയെടുക്കേണ്ട ആവശ്യവും നമ്മുടേതാണ്. അതിന് അമ്മു മറുപടി പറഞ്ഞില്ല. ഗിരിധർ തിരികെ തൻ്റെ ഓഫീസിലേക്ക് പോയ ശേഷമാണ് അമ്മു ചോട്ടുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തത്. ഹലോ. ചോട്ടുവിൻ്റെ ശബ്ദം. ഞാനാണ് അമ്മു. എന്തേ? സ്വരത്തിൽ നീരസം. അമ്മുവിന് ഭീതിയായി. ആ ശ്യാം സുന്ദർ എന്നെപ്പറ്റി എന്തോ നുണകൾ ചോട്ടുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞതായി എൻ്റെ ഏട്ടൻ പറഞ്ഞു. ചോട്ടുവേട്ടനെ വിളിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തിരുത്തണമെന്നും പറഞ്ഞു വന്നപ്പോൾ അമ്മുവിൻ്റെ സ്വരം ഇടറി. ഞാൻ ആരെയും തെറ്റിദ്ധരിച്ചിട്ടില്ല. പോരെ? പെട്ടെന്നായിരുന്നു മറുപടി. ഉടൻ തന്നെ ഫോൺ ഡിസ്കണക്റ്റ് ആവുകയും ചെയ്തു. തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നു പറഞ്ഞുവെങ്കിലും ചോട്ടു നന്നായി തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്ന് അമ്മുവിന് തീർച്ചയായി. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അവൾ ഫോൺ വെച്ചത്. ചോട്ടുവിന് നല്ല വിഷമമുണ്ടായിരുന്നു. ശ്യാം സുന്ദർ പറഞ്ഞത് മുഴുവൻ ശരിയായിരിക്കില്ലെന്ന് അവനറിയാമായിരുന്നു. ശ്യാം സുന്ദറിനെ നമ്പർ ഇടാനാവുന്ന പെണ്ണല്ല അമ്മു. എങ്കിലും അവൾ തികച്ചും അന്യയായ ഒരുവനെ വീട്ടിൽ വിളിച്ചു കയറ്റിയല്ലോ. അവൻ്റെ പാട്ട് കാസറ്റിൽ പകർത്തിയല്ലോ. തൻ്റെ അമ്മു. അങ്ങനെ കരുതാൻ മാത്രം തങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടോ? ഇല്ലേ? മനസ്സുകൾ അടുത്തു വന്നത് സത്യം. തൻ്റെ മനസ്സെങ്കിലും. അമ്മുവിൻ്റെ പ്രതികരണങ്ങൾ അതിനനുകൂലമായിരുന്നു താനും. എന്നിട്ട് ചോട്ടുവിൻ്റെ അസ്വാസ്ഥ്യം വർദ്ധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗിരിധറിൻ്റെ ഫോൺ. ഹലോ ചോട്ടു. എന്താ ഗിരി? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാനൊരു കാർ കച്ചവടമാക്കി. ഇത്ര പെട്ടെന്ന് ഒത്തു കിട്ടിയതാണ്. കറുത്ത അംബാസിഡർ. ഒരു ഗൾഫിൻ്റേതാണ്. 1 വർഷം ഓടിയത്. ഗൾഫ് വിടാനുള്ള പ്ലാനിൽ വാങ്ങിയതാണ്. പിന്നീട് ആ പ്ലാൻ തിരുത്തി 5 വർഷം കൂടി ഗൾഫിൽ തുടരാനായി തീരുമാനം. ഫാമിലിയും അവിടെ. അപ്പോൾ പിന്നെ അയാൾക്ക് നാട്ടിൽ വണ്ടിയുടെ ആവശ്യമില്ലല്ലോ. ചോട്ടു മറുപടി ഒന്നും പറയാതിരുന്നപ്പോൾ ഗിരിധർ തുടർന്നു. നല്ല ഭംഗിയുള്ള വണ്ടി. അവൻ എനിക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് കരുതുന്നു. നിന്റെ കരുതൽ പോലെ തന്നെ സംഭവിക്കട്ടെ, ചോട്ടു ആശംസിച്ചു. ആകട്ടെ, നിന്നെ ഇന്ന് എപ്പോഴെങ്കിലും അമ്മ വിളിച്ചിരുന്നോ? ഉവ്, കുറച്ചു മുമ്പ്. എന്താ അവൾ പറഞ്ഞത്? ചുമ്മാ ഓരോന്ന്. നിന്നെ വിളിച്ച് സംസാരിക്കണമെന്ന് അവളോട് പറഞ്ഞത് ഞാനാണ്. ആ ശ്യാം സുന്ദറിൻ്റെ സംസാരം നിന്റെ മനസ്സ് കലക്കിയിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നി. സത്യം നീ അറിയണമല്ലോ. ശ്യാം സുന്ദറിനെ പോലൊരു തെമ്മാടി പറയുന്നത് കേട്ട് കലങ്ങാനേ ഉള്ളോ എൻ്റെ മനസ്സ്? എന്നാലും നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. ശ്യാം സുന്ദറിനെ അമ്മ വീടിനകത്ത് കയറ്റി എന്നത് സത്യം. കാരണം അവൻ്റെ തനിനിറം അവൾക്ക് അറിയില്ലായിരുന്നു. ഗിരിധർ വിശദീകരിച്ചു. അവൻ പാടിയ പാട്ട് റെക്കോർഡ് ചെയ്തുവെന്നത് സത്യമാണ്. എന്നാൽ അവൻ്റെ തുവാല ചോദിച്ചു വാങ്ങി എന്നൊക്കെ പറഞ്ഞത് റാസ്കൽ. അവനത് ഞങ്ങളുടെ ഇരിപ്പുമുറിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. എൻ്റെ ഗിരി, നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? അമ്മുവിനെ എനിക്കറിയില്ലേ? തീർച്ചയാണോ? തീർച്ച. എനിക്ക് അതു മതി. ഗിരിധർ ഫോൺ വെച്ചു. ഗിരിധറിൻ്റെ വാക്കുകൾ ചോട്ടുവിനെ ശരിക്ക് സമാധാനിപ്പിച്ചു.
ഗിരിധറും അമ്മുവും അവരുടെ ജീവിതത്തിൽ തനിക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ചോട്ടുവിന് വ്യക്തമായി. താൻ തെറ്റിദ്ധരിക്കുന്നത് അവരെ പരിഭ്രമിപ്പിക്കുമെന്ന് അറിയുന്നത് തന്നെ സന്തോഷം. പാവം അമ്മു, അങ്ങേയറ്റം നിഷ്കളങ്കയാണവൾ. അവളുടെ തുറന്ന പെരുമാറ്റം കണ്ടാൽ വിടന്മാർ തെറ്റിദ്ധരിച്ചെന്നും വരും. എന്നാൽ അമ്മുവിന് ഭംഗിയായി അതിരുകൾ സൂക്ഷിക്കാൻ അറിയാം. തൻ്റെ അടുത്തുപോലും അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടിട്ട് ഒരുവനിൽ അവൾ വീഴുമോ? വിശേഷിച്ചും താനുമായി ഒരു മാനസിക അടുപ്പം നിലനിൽക്കുമ്പോൾ. ഗിരിധറിനെ തേടിച്ചെന്ന ശ്യാംസുന്ദറെ അവൾ ഇരിപ്പുമുറിയിൽ കടക്കാൻ അനുവദിച്ചിരിക്കാം. ഒരു തമാശയ്ക്ക് വേണ്ടി അവൻ്റെ പാട്ട് അവൾ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ടാവാം. ബാക്കിയെല്ലാം ശ്യാംസുന്ദറിൻ്റെ പടക്കമാണ്. പറഞ്ഞപ്പോൾ തന്നെ അത് തോന്നിയിരുന്നു. എങ്കിലും ഗിരിധർ സംഗതി വിശദമാക്കും വരെ നെഞ്ചിനുള്ളിൽ വലിയൊരു വിങ്ങലായിരുന്നു. ഞാൻ ആരെയും തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന് അമ്മുവിനോട് പറഞ്ഞുവെങ്കിലും മനസ്സ് വല്ലാതെ കലങ്ങിപ്പോയിരുന്നു. ഒത്താൽ ഇന്ന് തന്നെ അമ്മുവിനെ ഒന്ന് കാണണം, ആശ്വസിപ്പിക്കണം. തനിക്ക് അവളെ 100% വിശ്വാസമാണെന്ന് അറിയിക്കണം ചോട്ടു തീരുമാനിച്ചു. അതോടെ ചോട്ടു കൂടുതൽ ഊർജ്ജസ്വലനായി. വൈകുന്നേരം ഓഫീസ് ടൈം അവസാനിക്കാറായപ്പോൾ ചോട്ടുവിന് 2 അതിഥികളെത്തി. റൊസാരിയോ ഹാർഡ്വെയർസ് ഉടമ മിസ്റ്റർ റൊസാരിയോയും ഭാര്യ മാഗി റൊസാരിയോയും. മാഗി റൊസാരിയോയ്ക്ക് നഗരഹൃദയത്തിൽ ഒരു ബ്യൂട്ടി പാർലറും ഉണ്ട്. രണ്ടാളും തങ്ങളുടെ പണം ശ്രീലക്ഷ്മി ഫിനാൻസിയേഴ്സിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും ചോട്ടുവിൻ്റെ നോർത്തിലെ ബ്രാഞ്ചിൽ. റൊസാരിയോയ്ക്ക് ചോട്ടു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ്, അങ്ങേയറ്റം വിശ്വസ്തനും. മാഗി റൊസാരിയോയ്ക്ക് അമ്മുവിനെ അറിയാം. ചോട്ടു റെക്കമെൻഡ് ചെയ്തതിൻ്റെ പേരിൽ അവരുടെ ബ്യൂട്ടി പാർലറിൽ ഒരിക്കൽ നന്ദിതയെയും കൂട്ടി അവൾ പോയിരുന്നു. എന്നാൽ മാഗി റൊസാരിയോയുടെ സൗന്ദര്യ ചികിത്സയിൽ അമ്മുവിന് ഒട്ടും മതിപ്പില്ല. പെണ്ണുങ്ങളുടെ മുഖം കേടുവരുന്ന പണിയാണ് മാഗി ആൻറ്റിയുടേത് എന്നാണ് അവൾ പറയുക. മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൊസാരിയോയ്ക്ക് 3 പെൺമക്കൾ: സൂസൻ, സോമി, സിനി. 18, 16, 14 ഉള്ള പെൺകുട്ടികൾ. വെളുത്ത് തുടുത്ത് സാമാന്യം കൊള്ളാവുന്ന കുട്ടികൾ. ഇപ്പോൾ റൊസാരിയോ ഫാമിലി എത്തിയിരിക്കുന്നത് വൈകുന്നേരം നടക്കാൻ പോകുന്ന അവരുടെ 19ാം വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ പാർട്ടിക്ക് ക്ഷണിക്കാനാണ്. ഒരു കാര്യം ചെയ്യൂ, ചോട്ടുവിന് വേണ്ടി അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടിയില്ലേ അമ്മു, അവളെയും കൊണ്ടുപോന്നോളൂ. നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ആദ്യ പരിപാടി ഞങ്ങളുടെ വയസ്സൻ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിക്കൊള്ളട്ടെ, മിസ്സിസ് റൊസാരിയോ പറഞ്ഞു. അയ്യോ, ചോട്ടു കൈവച്ചു. കല്യാണത്തിന് മുമ്പേ അങ്ങനെയൊരു കാര്യം സങ്കല്പിക്കാൻ കൂടി അവളുടെ ഏട്ടൻ ഗിരി സമ്മതിക്കില്ല. വലിയ ഓർത്തഡോക്സ് കക്ഷികളാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗിരിയെയും കൂട്ടി വരാം. നിങ്ങൾ ഫോണിലൂടെ അവനെ കൂടി ഇൻവൈറ്റ് ചെയ്തേക്കൂ. അങ്ങനെ റൊസാരിയോമാരുടെ വിവാഹ വാർഷികത്തിന് ചോട്ടുവിനോടൊപ്പം ഗിരിയുണ്ടായിരുന്നു ചോട്ടുവിൻ്റെ കാറിൽ. ചോട്ടുവിന് ആഗ്രഹം ഗിരിയുടെ പുതിയ കാറിൽ പോകാനായിരുന്നു. എന്നാൽ അമ്മു തടഞ്ഞു. ഒരു വാഹനം വാങ്ങിയാൽ ആദ്യം അതും കൊണ്ട് പോകേണ്ടത് ഏതെങ്കിലും അമ്പലത്തിലായിരിക്കണം. ചാവി അകത്തു കൊടുത്ത് പൂജിച്ച് വാങ്ങുകയും വേണം. എങ്കിലത് നാളെയാകാം, ചോട്ടു പറഞ്ഞു. നാളെ വ്യാഴാഴ്ചയല്ലേ? വൈകുന്നേരം അമ്മ വിഷ്ണുഗോപാല ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അത് ഏതായാലും ഗിരിയുടെ പുതിയ കാറിലാവാം. ഇവൻ്റെ വണ്ടിയും കൊണ്ട് ആദ്യം പുറത്തു പോകുന്നത് ഞാനായിരിക്കട്ടെ. റൊസാരിയോമാരുടെ പാർട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ റൊസാരിയോയുടെ വീടിരിക്കുന്ന അതേ റോഡിൽ വെച്ച് തന്നെ അവർ ശ്യാംസുന്ദറെ കണ്ടു. മദ്യപിച്ച് അടിതെറ്റി ആടിയാടി വരുന്നു. ഗിരിയും ചോട്ടുവും ശബ്ദിച്ചില്ല. പരസ്പരം നോക്കി, പക്ഷെ ഒന്നും ശബ്ദിച്ചില്ല. ചോട്ടു ഗിരിയെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി. കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ അമ്മു വാതിൽക്കലെത്തി. ഗിരി കാറിൽ നിന്ന് ഇറങ്ങിയ ഉടൻ അവൾ ചോദിച്ചു, ഏട്ടൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നോ? ഗിരിക്ക് സംശയം. ഇല്ല, എന്താ? പലതവണ ഫോൺ ബെല്ലടിച്ചു. ചെന്നെടുക്കുമ്പോൾ മറുപടിയില്ല. ആരാണെന്നൊരു പിടിയും കിട്ടിയില്ല. ഗിരി തിരിഞ്ഞ് ചോട്ടുവിനെ നോക്കി. അതേ ഭാവത്തിൽ ചോട്ടു ഗിരിയെയും. അപ്പോഴും അവർ ഒന്നും ശബ്ദിച്ചില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് ചോട്ടു വണ്ടി തിരിച്ച് പുറത്തേക്ക് ഓടിച്ചുപോയി. പിറ്റേന്ന് വൈകുന്നേരം 4 മണിയോടെ ചോട്ടു സ്വന്തം കാറിൽ ഗിരിയുടെ വീട്ടിലെത്തി. ഗിരി വീട്ടിൽ മടങ്ങിയെത്തിയിരുന്നില്ല. ചോട്ടുവിന് അമ്മുവിനോട് എന്തെങ്കിലും പറയുവാൻ പറ്റിയ സമയം. പക്ഷേ ചോട്ടു ആകെ പറഞ്ഞത് ഒരേ വാചകം. ഗിരി വാങ്ങിയ കറുത്ത അംബാസഡർ കാറിൽ കയറിയിരുന്ന് ഞാനിതങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് എന്നു മാത്രം. അമ്മുവാണെങ്കിൽ അത് കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു, അത്രമാത്രം. ചോട്ടു മടങ്ങി വന്നത് അല്പം വൈകിയാണ്. രാത്രി കനത്തിരുന്നു. ഗിരി പോർച്ചിൽ കാത്തു നിൽക്കുകയായിരുന്നു. നീ എന്താ ഇത്ര വൈകിയത്? അവൻ ചോദിച്ചു. ഞാൻ ഇവിടെ നിന്നും കാറും എടുത്തോണ്ട് പോയി. വീട്ടിൽ ചെന്ന് അമ്മയെയും കൂട്ടിക്കൊണ്ടാണ് വിഷ്ണുഗോപാല ക്ഷേത്രത്തിൽ പോയത്. അവിടെ 1 മണിക്കൂർ കാറിൻ്റെ ചാവി പൂജിച്ചു. പിന്നെ അമ്മ എന്തൊക്കെയോ വഴിപാടുകളും കഴിച്ചു. എല്ലാം കഴിഞ്ഞ് അമ്മയെ തിരികെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വരികയാണ് ഞാൻ, ചോട്ടു അറിയിച്ചു. ഞാനൊന്ന് പുറത്തു പോകാൻ കാത്തു നിൽക്കുകയായിരുന്നു ഗിരി. അതെന്താ, നിനക്ക് എൻ്റെ കാർ എടുക്കാമായിരുന്നില്ലേ? ചോട്ടു ചോദിച്ചു. അതെങ്ങനെ? നീ കാറിൻ്റെ സ്വിച്ച് കീയുമായല്ലേ പോയത്?
അപ്പോഴാണ് താൻ ചെയ്ത അബദ്ധം ചോട്ടുവിന് മനസ്സിലായത്. ഐ ആം സോറി ഗിരി, ചോട്ടു പറഞ്ഞു. പിന്നെ അന്വേഷിച്ചു. ഇപ്പോൾ നീ ഈ രാത്രിയിൽ എവിടെ പോവുകയാണ്? ഒരാളെ കാണാൻ. ആരെയാണെന്ന് പറഞ്ഞൂടെ? ഗിരിയുടെ മുഖം മാറി, ചുണ്ടുകൾ വിറച്ചു. അവനെ. എന്തിന്? ചോട്ടുവിന് പരിഭ്രമം. ഇന്നും ടെലിഫോൺ ശല്യം ഉണ്ടായത്രേ. പല പ്രാവശ്യം ഞാനിവിടെ ഇല്ലാതെ എത്തപ്പോൾ മാത്രമാണ് ബെല്ലടിക്കുക. അതിന് ഈ രാത്രിയിൽ പോയിട്ട് ഡയൽ ചെയ്യുന്ന അവൻ്റെ വിരൽ ഞാൻ മുറിച്ചു കളയും. വെറുതെ വഴക്കിന് പോകണ്ടടാ. നീ മിണ്ടാതിരിയടാ. എങ്കിൽ നീ തനിച്ചു പോകണ്ട, ഞാനും വരൂ. ശരിയാ, അമ്മുവും പറഞ്ഞു. ഏട്ടൻ തനിച്ചു പോകണ്ട, ചോട്ടുവേട്ടൻ കൂടി പോരട്ടെ. നോ, ആരും വരണ്ട. ഐ ആം സേഫ്. എന്നെ ആ കള്ളുകുടിയനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗിരി കാർ ഓടിച്ച് പുറത്തേക്ക് പോയി. പുറകെ ചോട്ടു. പ്രധാന വീതിയിലെത്തിയപ്പോൾ അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു. വീട്ടിലിരുന്ന അമ്മുവിന് ഒരു സമാധാനവുമില്ലായിരുന്നു. ഫോൺ ശല്യത്തെക്കുറിച്ച് ഏട്ടനോട് പറയണ്ട എന്ന് ആദ്യം അവൾ ചിന്തിച്ചതാണ്. പിന്നീട് തോന്നി മറ്റേതെങ്കിലും വഴിക്ക് ഏട്ടൻ അതറിഞ്ഞാൽ സംഗതി ഒളിച്ചതിന് ശകാരിച്ചു കൊല്ലും. ചിലപ്പോൾ തല്ലും കിട്ടിയെന്ന് വരും. അതുകൊണ്ടാണ് വിവരം ഏട്ടനോട് പറഞ്ഞത്. ഇപ്പോൾ കൂടുതൽ കുഴപ്പത്തിലായി. ഏട്ടൻ ഒരസൽ ചൂടനാണ്. ദേഷ്യം വന്നാൽ എന്തും ചെയ്യും. ഇത്തിരി കഴിയുമ്പോൾ പശ്ചാത്തപിക്കും. എങ്കിലും എന്തെങ്കിലും ഒപ്പിച്ച ശേഷം പിന്നീട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഗിരി മടങ്ങിയെത്താൻ വൈകും തോറും അമ്മുവിൻ്റെ ആദി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ടെലിഫോൺ ശബ്ദിച്ചു. അമ്മു ഓടിച്ചെന്ന് എടുത്തു. ലക്ഷ്മി ഫൈനാൻസിയേഴ്സിലെ ഗിരിധറിൻ്റെ വീടല്ലേ? അതെ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു പരുക്കൻ ശബ്ദം. അമ്മുവിൻ്റെ ജീവൻ പറന്നുപോയി. ഗിരിധറിൻ്റെ കാർ ഒരു ലോറിയുമായി ഇടിച്ചു. പരുക്കൻ ശബ്ദം തുടർന്നു. നിസാര പരിക്കുകളോടെ അയാൾ ഹോസ്പിറ്റലിലാണ്. പേടിക്കാനില്ല. എന്നാൽ പേടിക്കേണ്ട മറ്റൊരു വസ്തുത ഉണ്ടുതാനും. അമ്മു ടെലിഫോൺ റിസീവർ പിടിച്ച് മരവിച്ച് നിൽക്കുകയാണ്. പരുക്കൻ സ്വരം വീണ്ടും. കാരണം ഗിരിധറിൻ്റെ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ നിന്നും ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ഒരു TV പാക്കറ്റിനുള്ളിൽ ഭദ്രമായി ഒടിച്ചുമടക്കി പാക്ക് ചെയ്ത ഏതോ ചെറുപ്പക്കാരൻ്റെ കാര്യമായി പഴകിയിട്ടില്ലാത്ത മൃതദേഹം. ടെലിഫോൺ ഡിസ്കണക്റ്റ് ആയിട്ടും അമ്മു റിസീവറും പിടിച്ച് ചലനം മറ്റു നിന്നു. ഗിരിയേട്ടൻ ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിലായിരിക്കുന്നു. കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ആരുടെയോ മൃതദേഹം കിട്ടിയിരിക്കുന്നു. അത്രയും അവളുടെ ബുദ്ധിയിലെത്തി. രണ്ടും അവിശ്വസനീയമായ വാർത്തകൾ. പോലീസിൽ നിന്നുമാണ് അറിയിപ്പ്. അതുകൊണ്ട് കളവാണെന്ന് കരുതാനും വയ്യ. എന്താണിനി ചെയ്യുക? തനിക്ക് ഈ രാത്രിയിൽ എന്താവും? പൊടുന്നനെ അവൾ ഓർത്തത് ചോട്ടുവിനെയാണ്. സഹായം അഭ്യർത്ഥിക്കാൻ മറ്റാരുമില്ല. ബാലമാമയെ അറിയിക്കാമെന്ന് വെച്ചാൽ ആദ്യം അറിയുക നന്ദിതയാവും. വിവരം കേൾക്കുന്ന നിമിഷം തന്നെ അവൾ ബോധഹീനയായി നിലം പതിക്കുകയും ചെയ്യും. അമ്മു ധൃതിയിൽ ചോട്ടുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ചോട്ടു തന്നെയാണ് ഫോൺ എടുത്തത്. ചോട്ടു ഏട്ടാ, ഗിരിയേട്ടൻ ആക്സിഡൻറ്റ്. പോലീസ് വിളിച്ചറിയിച്ചതാണ്. കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് ഒരു മൃതദേഹവും കിട്ടിയിരിക്കുന്നത്രേ. പോലീസ് തന്നെയാണോ വിളിച്ചത്? ചോട്ടുവിൻ്റെ സംശയം. എന്നാണ് പറഞ്ഞത്? പോലീസാണെന്ന് പറഞ്ഞെന്ന് വെച്ച് പോലീസ് ആവണമെന്നില്ലല്ലോ. ടെലിഫോണിലൂടെ ആളുകളെ വിളിച്ച് അസംബന്ധം പറയുന്നവരുടെ എണ്ണം ഈ പട്ടണത്തിൽ കൂടിക്കൂടി വരികയാണ്. എന്നാലും അന്വേഷിക്കാതെ പറ്റുമോ? ഒരുപക്ഷെ പോലീസ് തന്നെയാണെങ്കിലോ? അമ്മൂട്ടിയമ്മ വിഷമിക്കേണ്ട, ഞാൻ അന്വേഷിച്ച് വിവരം തരാം. ഉടനെ വേണം. ദാ ഉടനെ. ഫോൺ വെച്ചോളൂ. അമ്മ ഫോൺ വെച്ചതും ചോട്ടു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു തിരുക്കി. നിങ്ങൾ ഗിരിധറിൻ്റെ ആരാണ്? മറു ചോദ്യമാണ് ഉണ്ടായത്. സുഹൃത്തും ബന്ധുവും ബിസിനസ് പാർട്ണറുമാണ്. എങ്കിൽ കേട്ടത് സത്യമാണ്. എവിടെ വെച്ചാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത്? റെയിൽവേ ഓവർബ്രിഡ്ജിനടുത്ത് വെച്ചാണ്. ഗിരിധർ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ. താങ്ക്സ്. ചോട്ടു ഫോൺ വെച്ചു. വിവരം അമ്മുവിനെ അറിയിക്കുന്നതിന് മുമ്പേ ഗിരിയെ കാണണം. അതാണ് അത്യാവശ്യം. ഡിക്കിയിൽ നിന്നും മൃതദേഹം കിട്ടിയിരിക്കുന്നുവെന്ന അമ്മുവിൻ്റെ അറിയിപ്പാണ് ഏറെ ഭയപ്പെടുത്തിയത്. ശ്യാംസുന്ദറിനെ കാണുന്നതിനായാണ് ഗിരി കാറുമെടുത്ത് പുറത്തു പോയത്. അവർ പരസ്പരം കണ്ടാൽ വഴക്കുണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. ഗിരി അത്ര ചൂടനാണ്. അങ്ങനെയെങ്കിൽ ആ മൃതദേഹം? അത്രയും ഓർത്തപ്പോൾ തന്നെ ചോട്ടു നടുങ്ങി. വണ്ടി വിട്ടത് നേരെ ജില്ലാ ആശുപത്രിയിലേക്കാണ്. ഗിരിക്ക് നിസാര പരിക്കുകളെ ഏറ്റിരുന്നുള്ളൂ. നെറ്റിയിലും കൈമുട്ടിലും ഓരോ ബാൻഡേജ് മാത്രം. ഡോക്ടറുടെ മുറിയിലായിരുന്നു അവൻ. പുറത്ത് 2 പോലീസുകാർ കാവൽ നിന്നിരുന്നു. ഗിരിധറെ കണ്ടതും ചോട്ടു സംഭ്രമത്തിൽ വിരിച്ചു. ഗിരിധർ പുഞ്ചിരിച്ചു. സാരമില്ലടാ, എനിക്കൊരു കുഴപ്പമില്ല. നീ എങ്ങനെയാണ് വിവരം അറിഞ്ഞത്? അമ്മു വിളിച്ചു പറഞ്ഞു. അയ്യോ, അവൾ അറിഞ്ഞോ? എങ്കിൽ നീ ഉടനെ അവളെ വിളിച്ച് ഒരു കുഴപ്പവുമില്ലെന്ന് അറിയിക്ക്. പാവം പെണ്ണ് ആദ്യ പിടിച്ച് ചാകും. ആരാണാവോ അവർക്ക് വിവരം കൊടുത്തത്? പോലീസ്. സത്യത്തിൽ ഞാൻ അല്പം ടെൻഷനിലായിരുന്നു. ശ്യാംസുന്ദറെ തിരുക്കി അവൻ്റെ ലോഡ്ജിലെത്തി. പക്ഷേ ആ ചെറ്റ അവിടെ ഉണ്ടായിരുന്നില്ല. അല്പനേരം കാത്തു. പിന്നെ തിരിച്ചു പോരുകയായിരുന്നു. രാത്രി അല്പം വൈകിയിരുന്നത് കൊണ്ട് റോഡിൽ വാഹനങ്ങളുടെ തിരക്കും കുറവ്. അശ്രദ്ധമായാണ് വണ്ടി ഓടിച്ചത്. എങ്കിലും എങ്ങനെ ഇത് സംഭവിച്ചുവെന്ന് വ്യക്തമായി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് വെളിവ് വീണത്. ആരാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് പോലും അറിയില്ല. അപ്പോൾ ആക്സിഡൻറ്റിൽ നിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു?
ആ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ കാണുന്ന പരിക്കുകളേയുള്ളൂ. ഒരു പക്ഷേ ആ ഹിറ്റ് ഉണ്ടായപ്പോഴുള്ള ഷോക്കാവും എന്നെ ബോധം കെടുത്തിയത്. പിന്നെ പിന്നെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചോട്ടുവിന്. എങ്ങനെയാണിത് സംഭവിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, അത്രയുമേ എനിക്ക് ഓർമ്മ വന്നുള്ളൂ. ആക്സിഡൻ്റ് എങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ ചോദിച്ചത്. മറ്റേതോ? എന്തു മറ്റേത്? ഗിരിക്ക് അമ്പരപ്പ്. അത് കണ്ടപ്പോൾ ചോട്ടുവിനും വിസ്മയം. നീ ശ്യാംസുന്ദറുമായി ഏറ്റുമുട്ടിയത്? ശ്യാംസുന്ദറുമായി ഞാൻ ഏറ്റുമുട്ടിയെന്നോ? ചോട്ടുവിൻ്റെ വിസ്മയം അതോടെ വർദ്ധിച്ചു. ശ്യാംസുന്ദറിനെ കാണാൻ പോയതായിരുന്നില്ലേ നീ? അതെ, പക്ഷേ ഞാൻ അവനെ കണ്ടില്ലെന്ന് പറഞ്ഞല്ലോ. മടക്കയാത്രയിലാണ് ആക്സിഡൻറ്റ്. അപ്പോൾ നീ ശ്യാംസുന്ദറെ കണ്ടതേയില്ല? ഉത്കണ്ഠയാൽ അത്ഭുതത്താൽ ചോട്ടുവിൻ്റെ സ്വരം വിറച്ചു. നീ എന്ത് ചോദ്യമാ ചോട്ടു ഈ ചോദിക്കുന്നത്? അവനെ കണ്ടിരുന്നെങ്കിൽ അവൻ്റെ വായിലെ ഒരു നിര പല്ലെങ്കിലും ഞാൻ പൊഴിച്ചു കൊടുത്തേനെ. അപ്പോൾ ചോട്ടു കിതച്ചു. എന്താടാ? ഗിരിക്കും വിസ്മയം. നിന്റെ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും കണ്ടെടുത്തുവെന്ന് പറഞ്ഞ മൃതദേഹം? ഗിരിധർ ഞെട്ടിപ്പോയി. അവൻ പകപ്പോടെ ചോട്ടുവിനെ നോക്കി. എൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തുവെന്നോ? അതെ, അതൊന്നും നീ അറിഞ്ഞില്ലേ? എൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ എങ്ങനെയാ മൃതദേഹം വരുന്നത്? വീട്ടിൽ നിന്നും ആ കാറെടുത്ത് പുറപ്പെട്ടിട്ട് ഞാൻ അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ ശ്യാംസുന്ദറിൻ്റെ ലോഡ്ജിൽ പോയിരുന്നില്ലേ? അപ്പോഴും ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ശ്യാംസുന്ദർ റൂമിലുണ്ടോ എന്ന് തിരക്കിയത്. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തതും കാറിനുള്ളിലിരുന്നാണ്. ഞാൻ അകത്തിരിക്കുമ്പോൾ ആരെങ്കിലും ഡിക്കി തുറന്ന മൃതദേഹം അതിനുള്ളിൽ വെക്കുമോ? എങ്കിൽ പിന്നെ അതെങ്ങനെ ഡിക്കിക്കുള്ളിൽ വന്നു? ആര് പറഞ്ഞു ഡിക്കിക്കുള്ളിൽ മൃതദേഹം ഉണ്ടായിരുന്നുവെന്ന്? പോലീസ്. ഗിരി, ഈ മുറിയുടെ പുറത്ത് പോലീസ് കാവൽ നിൽക്കുന്നുണ്ടടാ. സത്യത്തിൽ ഇപ്പോഴാണ് ആ വാർത്തയുടെ ഭയങ്കരത ഗിരിക്ക് വ്യക്തമായത്. അവൻ്റെ മുഖം വിളറി വെളുത്തു. ശരീരം മെല്ലെ വിറയ്ക്കാനും തുടങ്ങി. നീ പറയുന്നത് സത്യമാണോ ചോട്ടു? ഗിരി ദീനമായി ചോട്ടുവിനെ നോക്കി. ഇത്തരമൊരു കാര്യത്തിൽ ഞാൻ നിന്നോട് കളി പറയുമോ? എൻ്റെ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ ഞാൻ അറിയാതെ ഒരു മൃതദേഹമോ? ഒരു ഇംഗ്ലീഷ് കാസറ്റിൽ ഇങ്ങനൊരു സംഭവം കണ്ടതായി ഓർക്കുന്നുണ്ട്. ഒരാൾ അറിയാതെ അയാളുടെ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ. ചോട്ടു ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇതിപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നീ പറ, ഞാൻ അറിയാതെ എങ്ങനെയാ എൻ്റെ കാറിൽ? അപ്പോഴും ചോട്ടു ശബ്ദിച്ചില്ല. ആകട്ടെ, ആരുടെ മൃതദേഹമാ അത്? അതേക്കുറിച്ച് പോലീസ് ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് മറ്റൊരു തരത്തിലാണ്. മറ്റു തരത്തിലെന്ന് പറഞ്ഞാൽ? നീ ശ്യാംസുന്ദറെ കാണാനാണല്ലോ പോയത്. നീയും അവനുമായി. ഗിരിധറിൽ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. ഒരു നിമിഷത്തിന് ശേഷം വളരെ പതുക്കെ ചോട്ടുവിനോട് തിരുക്കി. ആരുടേതാണ് ആ മൃതദേഹമെന്ന് നിനക്കറിയില്ലേ? ചോട്ടു സംശയഭാവത്തിൽ ഗിരിയെ നോക്കി. ഗിരി തുടർന്നു. പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ എന്നുപോലും പോലീസ് അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേക്കുറിച്ച് ചോദിക്കാനുള്ള മനസ്സും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണമെന്നാണ് തോന്നിയത്. ചോട്ടുവിനറിയുമോ, ഞാൻ ആ കാർ കൊണ്ടുപോരും മുമ്പ് നിന്റെ കൈവശമായിരുന്നു. നീയാണ് അത് ഉപയോഗിച്ചത്. അതുമായി വേണുഗോപാലസ്വാമി ക്ഷേത്രത്തിൽ പോയത് നീയാണ്. നീയത് തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ഉടനെ അതുമെടുത്ത് പുറത്തു പോന്നതാണ് ഞാൻ. നിനക്കറിയാമല്ലോ അത്. ഇത്തവണ ചോട്ടുവിനാണ് ഞെട്ടലുണ്ടായത്. അതുകൊണ്ട് ചോട്ടു ഗിരിയെ നോക്കി. നീ ആ കാർ മടക്കി കൊണ്ടു തരുമ്പോൾ അതിൻ്റെ ഡിക്കിക്കുള്ളിൽ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ പരിശോധിച്ചില്ല. ചോട്ടുവിൻ്റെ കണ്ണുകൾ വിടർന്നു വിറച്ചു. ഗിരി, അവൻ നിലവിളിച്ചു. അപ്പോഴാണ് ഡ്യൂട്ടി ഡോക്ടറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി മുറിയിലേക്ക് വന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് മിസ്റ്റർ ഗിരി? ഡോക്ടർ ചോദിച്ചു. ഗിരി വിവർണമായ മുഖത്തോടെ ഡോക്ടറെ നോക്കി. പിന്നെ മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഓൾ റൈറ്റ്. നിങ്ങളുടെ എക്സ്റേ പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ആവാം, ഡോക്ടർ പറഞ്ഞു. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കി മന്ദഹസിച്ചു. ഇനിയുള്ള ജോലി ഇവരുടേതാണ്. ഗിരി വീണ്ടും മുഖമുയർത്തി. വിങ്ങിപ്പൊട്ടാൻ വെമ്പുകയായിരുന്നു ആ മുഖം. മിസ്റ്റർ ഗിരിധർ, പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു. ഗിരിധർ അയാളെ നോക്കി. ആരാണ് അയാൾ? പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. മനസ്സിലായില്ല. ഗിരിയുടെ ചുണ്ടു വിറച്ചു. അതോടെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുഖം ചുവന്നു. കൊന്ന് TV പാക്കറ്റിനുള്ളിൽ പാക്ക് ചെയ്ത് കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ വെച്ച് നിങ്ങൾ കൊണ്ടുപോയത് ആരെയായിരുന്നുവെന്നാണ് ചോദിച്ചത്. ഗിരി ചാടി എഴുന്നേറ്റു. കൊന്ന് TV പാക്കറ്റിനുള്ളിൽ പാക്ക് ചെയ്തെന്നോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആഹാ, പോലീസ് ഉദ്യോഗസ്ഥൻ പൊട്ടിച്ചിരിച്ചു. ഒന്നാന്തരമായിരിക്കുന്നു അഭിനയം. ഒന്നും അറിയാത്ത പാവം. മുഴുത്ത ബ്ലേഡാണല്ലോ. കുഴപ്പക്കാരായ വല്ല ഇടപാടുകാരെയും ആവും കാച്ചിയത്. നോൺസെൻസ്. ആദ്യം എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ എന്നെ ആരോപിക്കുക. നിങ്ങൾക്ക് പലതും പറയാൻ കാണും. അതൊക്കെ കോടതിയിൽ പറയാം. കാശ് വാരി എറിഞ്ഞ് മിടുക്കന്മാരായ വക്കീലന്മാരുടെ സഹായത്തോടെ നിങ്ങൾക്ക് തടിതപ്പാനും കഴിഞ്ഞേക്കാം. അത് എന്തും ആയിക്കൊള്ളൂ. തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായ മറുപടി തരിക. എങ്കിൽ ആദ്യം എനിക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ ചോദ്യം ചോദിക്കുക. ഗിരിയും വിട്ടില്ല. ശരി, മനസ്സിലാകാവുന്ന വിധം ചോദിക്കാം. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ബോധഹീനനായി പോയിരിക്കും.
ആശുപത്രിയിൽ എത്തിച്ചവർ തന്നെയാണ് നിങ്ങളുടെ കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ നിന്നും പുറത്തു ചാടിയ TV പാക്കറ്റിനെക്കുറിച്ചും അതിനുള്ളിൽ ഒടിച്ചു മടക്കി പാക്ക് ചെയ്ത് വെച്ചിരുന്ന ചെറുപ്പക്കാരൻ്റെ മൃതദേഹത്തെക്കുറിച്ചും ഞങ്ങൾക്ക് അറിവ് തന്നത്. നോവൽ നാളെ തുടരും.